ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൻ്റെ 19-ാം ദിനം. ഒരു രാജാവിന് 10 കാട്ടുനായ്ക്കളുണ്ടായിരുന്നു. തെറ്റ് ചെയ്യുന്ന തൻ്റെ സേവകരെ പീഡിപ്പിക്കുവാനും ഭക്ഷിക്കുവാനും രാജാവ് ഈ കാട്ടുനായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. വളരെ നാളുകളായി രാജാവിനെ രാവും പകലും സേവിച്ചു വന്ന ഒരു സേവകൻ ഒരിക്കൽ രാജാവിനോട് ഒരു നുണ പറയുവാൻ ഇടയായി. രാജാവിന് അതിഷ്ടപ്പെട്ടില്ല. ആ ദാസനെ നായ്ക്കൂട്ടിലേക്ക് വലിച്ചെറിയുവാൻ ഉത്തരവിട്ടു. ഇതുകേട്ട ആ ദാസൻ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷമായി ഞാൻ അങ്ങയെയും ഈ നാടിനെയും സേവിക്കുന്നു. എന്നോട് ഇങ്ങനെ ചെയ്യരുതേ. എൻ്റെ തെറ്റിനെ ക്ഷമിക്കണേ. രാജാവിൻ്റെ മനസ്സലിയുന്നില്ല എന്ന് മനസ്സിലാക്കിയ ആ ഭൃത്യൻ എന്നെ നായ്ക്കളുടെ കൂട്ടിലേക്ക് എറിയുന്നതിന് മുൻപ് 10 ദിവസം കൂടി ജീവിക്കുവാൻ അനുവാദം തരണമെന്ന് അപേക്ഷിച്ചു. രാജാവ് സമ്മതിച്ചു. ആ ദിവസങ്ങളിൽ ഭൃത്യൻ നായ്ക്കളെ നോക്കുന്ന കാവൽക്കാരൻ്റെ അടുത്തേക്ക് പോയി. അടുത്ത 10 ദിവസത്തേക്ക് നായ്ക്കളെ സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി എനിക്കൊരവസരം തരണമെന്ന് അഭ്യർത്ഥിച്ചു. കാവൽക്കാരൻ അമ്പരന്നെങ്കിലും ഒടുവിൽ സമ്മതിച്ചു. അന്നു മുതൽ ആ ഭൃത്യൻ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്ത് കൂട് വൃത്തിയാക്കി കുളിപ്പിച്ച് സ്നേഹത്തോടെ അവയെ പരിപാലിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ രാജാവ് ആ ദാസനെ ശിക്ഷയ്ക്കായി നായ്ക്കൂട്ടിലേക്ക് എറിയുവാൻ ഉത്തരവിട്ടു. കാവൽക്കാർ അവനെ നായ്ക്കൾക്ക് ആഹാരമായി വലിച്ചെറിഞ്ഞപ്പോൾ നായ്ക്കൾ വേലക്കാരനോട് ചേർന്ന് നിന്ന് കാൽ നക്കി വാലാട്ടി. സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അമ്പരന്ന രാജാവ് ചോദിച്ചു, എൻ്റെ നായ്ക്കൾക്ക് എന്ത് സംഭവിച്ചു? കൂട്ടിൽ കിടന്ന ദാസൻ മറുപടി പറഞ്ഞു, ഞാൻ നായ്ക്കളെ സേവിച്ചത് 10 ദിവസം മാത്രം. അവർ എൻ്റെ സേവനം മറന്നില്ല. കഴിഞ്ഞ 10 വർഷം ഞാൻ അങ്ങയെ വിശ്വസ്തയോടെ സേവിച്ചു. എന്നാൽ എനിക്കൊരു തെറ്റു വന്നപ്പോൾ തിരുത്തുവാൻ ഒരവസരം പോലും തരാതെ അങ്ങനെ ശിക്ഷിച്ചു. രാജാവിന് തൻ്റെ തെറ്റു മനസ്സിലായി. ഭൃത്യനെ മോചിപ്പിച്ചു. ഒരു വ്യക്തിയുടെ തെറ്റ് അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്താലുടൻ അവർ ചെയ്ത നല്ല കാര്യങ്ങളെ നാം മറക്കരുത്. നമുക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ നന്മ നിറഞ്ഞ ഇന്നലകളെ നാം മറക്കരുത്. മത്തായി 18:35. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.